ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജമന്തി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ജമന്തി പ്ലാന്റ്സ് നട്ടിരുന്നത് കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഫ്ലവറൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ്സ്. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഇത്രയായി വലുപ്പത്തിലായി നിൽക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും മുട്ടുകൾ വന്നിട്ടുണ്ട്. നല്ല ചെറിയ ചെറിയ മുട്ടുകൾ എല്ലാ പ്ലാന്റ്സിലും വന്നിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ലാതെ നല്ല ഉഷാറോടുകൂടിയാണ് പ്ലാന്റ്സൊക്കെ നിൽക്കുന്നത്. പക്ഷെ എല്ലാത്തിലും ചെറിയ ചെറിയ മുട്ടുകൾ കാണുന്നുണ്ട്. അപ്പോൾ അത് പൂവായി വരുമെന്നും നമുക്കറിയാൻ പറ്റില്ല. എന്നാലും ഇത്രയും വരെ ആയിട്ടുണ്ട് ചെടിയിൽ. അപ്പോൾ ഈ പ്ലാന്റ് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്കൊക്കെ പിടിച്ച് കിട്ടുന്നുണ്ടെങ്കിലും മുട്ടൊന്നും ആവണില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ എനിക്ക് വെച്ച എല്ലാ ചെടികളിലും എന്തെങ്കിലും മുട്ടകൾ കണ്ടില്ലേ, ചെറിയ ചെറിയ മുട്ടകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് വളങ്ങളൊന്നും ഇടുന്നില്ല. NPK പോലെയുള്ളതൊന്നും ഞാൻ സ്പ്രേ ചെയ്യാറില്ല. DAP ഇട്ട് കൊടുക്കും. 2 ആഴ്ച കൂടുമ്പോൾ DAP ഒക്കെ ഇട്ട് കൊടുക്കലുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാ ചെടികളിലും നല്ല ഉഷാറോടുകൂടി തന്നെ ആയി കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ടില്ല, സൈഡിൽ നിന്നൊക്കെ പൊടിപ്പുകൾ വരണമുണ്ട് വെക്കണ ചെടികളിൽ എല്ലാത്തിലും. അപ്പോൾ ഈ സൈഡിലൊക്കെ വെച്ചേക്കണ എൻ്റെ കയ്യിൽ ബാലൻസ് വരുന്ന ചെടികളുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് കുഴിച്ചിടും. അപ്പോൾ അത് ഒന്ന് ഉഷാറായി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഫ്ലവർ കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ കണ്ട പോലെ ഇത്രയും താഴ്ത്തിയാണ് നമ്മൾ ഫ്ലവർ കട്ട് ചെയ്യേണ്ടത്. എന്നാൽ ആ സൈഡിൽ നിന്ന് മടിയിൽ നിന്നൊക്കെ പൊടിപ്പുകൾ വരുള്ളൂ. പുതിയ പൊടിപ്പ് വന്ന് ചെടി ഉഷാറാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും താഴ്ത്തി നമ്മൾ എല്ലാ പ്ലാന്റ്സിൻ്റെയും ഫ്ലവർ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ചെടികളുടെയും ഇങ്ങനെ പൂക്കളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും കാണാം അതിൻ്റെ താഴേന്ന് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പൊടിപ്പുകൾ കണ്ടില്ലേ, എല്ലാത്തിലും പൊടിപ്പുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ മണ്ണാണ് കേട്ടോ, ഞാൻ ചുവന്ന മണ്ണും ഇവിടെ കൽപ്പൊടി പോലത്തെ മണ്ണാണ്. അപ്പോൾ ആ മണ്ണിൽ ചകിരിച്ചോറും പിന്നെ മുട്ടത്തോട്, ചാണകപ്പൊടി, എല്ലുപൊടി അങ്ങനത്തെ ഒക്കെ മിക്സ് ചെയ്ത മണ്ണിനോട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചെടികൾ നോക്കിയാൽ ഞാൻ താഴ്ത്തി അങ്ങനെ എത്ര താഴ്ത്തി കുഴിച്ചിട്ടിട്ടില്ല, കുറച്ച് പൊന്തിയാണ് നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ പൊടിപ്പുകൾ വന്നിട്ടുണ്ട് കേട്ടോ. വല്ലാണ്ട് കടന മണ്ണിനോട് ചേർന്ന് വെച്ചിട്ടില്ല. അടിയിലേക്ക് താന്ന് പോകുമ്പോഴാണ് മണ്ണും വെള്ളമൊക്കെ ചെന്നിട്ട് ചീഞ്ഞു പോണ പ്രശ്നം വരുന്നത്. അപ്പോൾ എല്ലാതും ഞാൻ ഇത്തിരി പൊക്കിയിട്ടാണ് എല്ലാ പ്ലാന്റ്സും നിലത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ചെടികളും വെച്ചതൊക്കെ പിടിച്ച് സൈഡിൽ നിന്നൊക്കെ പൊടിപ്പൊന്ന് ഉഷാറോടുകൂടിയാണ് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ആ ചെടികളുണ്ടായിരുന്ന പൂക്കൾ വിരിഞ്ഞുണ്ട്, ബാലൻസ് ഉണ്ടായ പൂക്കളൊക്കെ വിരിഞ്ഞ് വരണതാണ് ഈ കാണുന്നത്. കണ്ടില്ല, ഇതിൻ്റെയൊക്കെ ഇല വ്യത്യാസമുണ്ട്. അത് വേറെ കളർ ചെടികളുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കറിയില്ല ഏതാ കളർ എന്നുള്ളത്. പക്ഷെ വെച്ച എല്ലാ ചെടികളിലും അത്യാവശ്യം പൊടിപ്പും വന്ന് മുട്ടുകളായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലർ വെച്ച് കഴിഞ്ഞാൽ മുട്ട് വരണില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ആദ്യം വെച്ചിട്ട് പിടിച്ചിട്ടാത്തതാണ്, ഇപ്പോൾ ഓക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് വെച്ചാൽ ഫ്ലവർ ഉണ്ടായി കിട്ടുകയെന്നുള്ളത് നമുക്ക് മനസ്സിലായതുകൊണ്ട് ഇപ്പോൾ ഓക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക. നിലത്താണെങ്കിലും ചട്ടിയിലാണെങ്കിലും നമ്മൾ മണൽ കൂടുതൽ കിട്ടണമെങ്കിൽ അത്രയും നല്ലത് മണലും, പിന്നെ നമ്മൾ മുട്ടത്തോട് ഉണക്കി പൊടിച്ചതും ചാണകപ്പൊടി, അത് എല്ലുപൊടി, പിണ്ണാക്കും ഇതും കിട്ടണമെങ്കിൽ നമുക്ക് നല്ലതാണ്. അതില്ലാന്നുണ്ടെങ്കിൽ അതിലേലും കുഴപ്പമില്ല. അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ പോട്ടി മിക്സിൽ വെച്ച് കൊടുക്കാം. ഇനി അങ്ങനെ വെച്ചിട്ടും പിടിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അതുപോലെ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പിടിച്ച് കിട്ടും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അയച്ചു തരുന്ന പ്ലാന്റ്സ് ഇതേപോലെ ഇങ്ങനെ ആയിരിക്കുക. ഇതേപോലെ മണ്ണ് ചകിരിച്ചോറിട്ടാൽ ഇതേപോലെ ഉണ്ടാക്കിയിട്ടായിരിക്കും ഞാൻ പ്ലാന്റ്സ് അയച്ചു തരാം. അപ്പോൾ ആ പ്ലാന്റ്സ് നമ്മൾ ഒരു പോട്ടിൽ, ചകിരിച്ചോറുള്ള പോട്ടിലേക്ക് ഇറക്കി വെച്ച് നോക്കാം. ഞാൻ ഈ വെച്ചിരിക്കുന്നത് അതേപോലെ വെച്ചേക്കണത് കേട്ടോ. ആ പ്ലാന്റ്സിൻ്റെ കടഭാഗം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഞാൻ ആ ഉണ്ട പോലെ ഭാഗം ഞാൻ ജസ്റ്റ് ചകിരിച്ചോറിൽ ഒരു കുഴിയെടുത്ത് ഇട്ട് ചുറ്റും കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് പറിച്ച് നോക്കാം അത് പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് ഫുള്ളായിട്ടുണ്ടെങ്കിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ നോക്കിയ വേര് വന്നേക്കണുണ്ട്, പുതിയ വേരുകളുണ്ട് കേട്ടോ. കണ്ടില്ലേ, വെള്ള കളറിലുള്ളത് ഒക്കെ പുതിയ വേരുകൾ വന്നേക്കുന്നുണ്ട്. അപ്പോൾ ആ ചെടി ഫുൾ കുഴപ്പമില്ലാതെ വേര് പിടിച്ച് ഓക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചകിരിച്ചോറിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ. അങ്ങനെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചകിരിച്ചോറിൽ ഈ അയക്കണ അതേ പ്ലാന്റ്സ് വെറുതെ ഒന്ന് ജസ്റ്റ് ഇറക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് നനച്ച്, അത്യാവശ്യം നന മതി, വല്ലാണ്ട് ഓവർ വെള്ളം വേണ്ട, എന്നാലും നനവ് വേണം. അപ്പോൾ കണ്ടില്ലേ, സൈഡിൽ നിന്നൊക്കെ പൊടിപ്പ് വന്നത് പിടിച്ചിട്ട് ഓക്കെ ആയിട്ടുണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് ഞാനതപ്പോൾ ഒന്ന് പൊക്കി നോക്കിയത്. അപ്പോൾ അതിലുള്ള ആ പൂക്കളും ബാലൻസുള്ള പൂക്കളും മുട്ടകളൊക്കെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് പിടിച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി വേറെ പോട്ടിലേക്കൊക്കെ വെക്കാം കേട്ടോ, പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നോക്കാം. നമുക്ക് ചകിരിച്ചോറിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ വെച്ച് ഒന്ന് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വേരൊക്കെ ഒന്ന് കൂടി ഓക്കെ ആയി പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ പോട്ടിലേക്കോ നിലത്തോ വെച്ച് പിടിപ്പിച്ച് നോക്കാം.
അപ്പോൾ ഇതേപോലെ നമ്മൾ വെച്ച പ്ലാന്റ്സ് ഉണ്ട് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുവിധം ചെടികളൊക്കെ പിടിച്ച് കിട്ടുന്നുള്ളത് ഉറപ്പാണ്. പിന്നെ DAP പോലുള്ള വളങ്ങൾ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ ഇട്ട് കൊടുക്കാം. NPK വേണ്ടവർക്ക് അതും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ്സിന് ഇങ്ങനെ നമുക്ക് പിടിച്ച് കിട്ടാനുള്ള സാധ്യത കുറവാണെങ്കിലും ഞാനിത് വെച്ച് നോക്കി ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇടുന്നത് കേട്ടോ. ഇനി എന്തായാലും ഫ്ലവറൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ ഇട്ട് തരുന്നതാണ്. ഓരോ പ്രാവശ്യം വീഡിയോയിലും ഞാൻ ഈ പ്ലാന്റ്സിൻ്റെ വ്യത്യാസങ്ങൾ ഞാൻ എടുത്ത് വിടണതിൻ്റെ കാര്യം അത് തന്നെയാണ് കേട്ടോ. ഈ ചെടി പിടിച്ച് കിട്ടാത്തവർക്കായിട്ടുള്ളത് നമ്മൾ വെച്ച് പിടിച്ച് കിട്ടി ഓക്കെ ആയി എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യണത്. അപ്പോൾ ഈ ജമന്തി പ്ലാന്റ്സ് വേണ്ടവർ ഇങ്ങനത്തെ 8 കളർ കോമ്പായിട്ട് ഞാൻ കൊടുക്കണത്. അപ്പോൾ ആ പ്ലാന്റ്സ് വേണ്ടവർ എനിക്ക് വാട്സപ്പിൽ അപ്പോൾ ഒന്ന് മെസ്സേജ് ചെയ്യട്ടോ. വേണ്ടവർക്ക് 8 കളർ കോംബോ വേണ്ടവർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നമ്പറിൽ. അപ്പോൾ ഞാൻ അവർക്കൊക്കെ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ 2 രീതിയിലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടുന്നതാണ്. അപ്പോൾ ചകിരിച്ചോറിലൊന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ആയി കിട്ടുമെന്നൊന്ന് നിങ്ങൾ ശ്രമിച്ച് നോക്കുക. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യട്ടോ. അപ്പോൾ 8 കളറായിട്ട് കോംബോ ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അവർ വേണ്ടവർ എനിക്ക് മെസ്സേജ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.